ജെറൂസലമിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വസതിക്ക് പുറത്ത് നൂറുകണക്കിന് ആളുകൾ പ്രതിഷേധ പ്രകടനം നടത്തി. നെതന്യാഹുവും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയും ഗസയിലെ ബന്ദികളുടെ വിഷയം ഉപേക്ഷിച്ചുവെന്നാരോപിച്ചാണ് പ്രതിഷേധം. അവരെ ജീവനോടെ വേണമെന്നാവശ്യപ്പെട്ട് നടത്തിയ പ്രതിഷേധത്തിൽ ബന്ദികളുടെ ബന്ധുക്കൾ ജനങ്ങളെ അഭിസംബോധന ചെയ്തു. പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുമെന്നും പാരീസ് സ്ക്വയറിൽ നിന്ന് പ്രസിഡന്റിന്റെ വസതിയിലേക്ക് മാർച്ച് നടത്തുമെന്നും ജെറൂസലമിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുന്ന നേതാക്കൾ പറഞ്ഞു. തെൽ-അവീവിൽ സർക്കാർ വിരുദ്ധ പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. തെൽ-അവീവിലെ ഡെമോക്രസി സ്ക്വയറിന് സമീപമാണ് സംഭവം. ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ച പ്രതിഷേധക്കാരെ നേരിട്ട പോലീസ് നിരവധി പേരെ അറസ്റ്റ് ചെയ്തു. ജലപീരങ്കി ഉപയോഗിച്ചാണ് പോലീസ് ആൾക്കൂട്ടത്തെ പിരിച്ചുവിടാൻ ശ്രമിച്ചത്. പോലീസ് വലയം ഭേദിച്ച് ഹൈവേയിൽ പ്രവേശിച്ച ഏതാനും പേർ ഗതാഗതം തടഞ്ഞു. തെൽ-അവീവിൽ ബന്ദിയുടെ മരുമകളും അറസ്റ്റിലായവരിൽ ഉൾപ്പെടുന്നു. ബന്ദികളെ